എല്ലാവർക്കും നമസ്കാരം. യുദ്ധഭൂമിയിലൊരു പുതിയ ഭടി കൂടി വന്നിട്ടുണ്ട്. പുതിയ ഭടിയല്ല, കുറച്ച് നാളുകളായിട്ട് എവിടെയും കാണാറില്ലാത്ത ഒരു ഭടിയാണ്. ഷാരിക കെ.ബി. ദ റിയാലിറ്റി ബൈ ഷാരിക. റിയാലിറ്റി ബൈ ഷാരികയുടെ ചാനലിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ കുറച്ച് തിരക്കുകളായതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ കൊച്ചമ്മയുടെ വിഷയം, കൊച്ചമ്മയാരെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കൊച്ചമ്മയുടെ വിഷയമൊക്കെ മാക്സിമം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തെളിവുകൾ സഹിതമാണ് എടുത്തു വെച്ചിട്ട് ഓരോ റിയാക്ഷൻ വ്ളോഗേഴ്സും സംസാരിച്ചത്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം അവസാനിച്ച് മറ്റ് വിഷയങ്ങളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ഷഫീന ബീവി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് റിയാലിറ്റി ബൈ ഷാരികയുടെ എൻട്രി. ഷാരിക അതിനകത്ത് ഷഫീന ബീവിയാണ് വെല്ലുവിളിക്കുന്നതും അല്ലെങ്കിൽ അവർക്കെതിരെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് ഷാരിക പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. ഷാരിക ഈ പറയുന്ന കൊച്ചമ്മയുടെ മിത്രമാണോ ശത്രുവാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. മിത്രമെന്ന വ്യാജേന ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാളാണോ എന്ന് സംശയിക്കുന്നു. ഞാനത് എനിക്ക് തോന്നാനുള്ള കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഷാരികയുടെ വീഡിയോയിലോട്ട് പോകണം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കുക. കാരണം വീക്ക് സ്റ്റാർട്ടാണല്ലോ, ഹൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഹൈപ്പ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യുക. നമുക്ക് ഷാരികയുടെ വീഡിയോ കണ്ടു തന്നെ സംസാരിക്കാം. റിയാലിറ്റി ബൈ ഷാരികയുടെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്രയും കാലം ഞാൻ ഇന്റർവ്യൂ പാറ്റേൺസ് മാത്രമാണ് റിയാലിറ്റി ബൈ ഷാരികയിൽ പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചാനൽ റീച്ച് ആവണം, ജനങ്ങളിലേക്ക് എത്തണം, ഒരു ആവറേജ് വ്യൂസ് വേണം. എന്നാൽ മാത്രമേ ഞാൻ എന്ത് പറഞ്ഞാലും അത് നല്ലതോ ചീത്തയോ വിരക്കേടോ വിടൽക്കരോ എന്തോ ആയിക്കോട്ടെ അത് ആൾക്കാർ കേൾക്കത്തുള്ളൂ, കാണത്തുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അതിന്റെ സമയമായി എനിക്ക് തോന്നി. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന, എന്റെ വൈബിലുള്ള അല്ലെങ്കിൽ എനിക്ക് നന്നായി ശക്തമായി പ്രതികരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് പൊളിറ്റിക്സ് ആയാലും സെലിബ്രിറ്റികളുടെ വിഷയങ്ങളായാലും സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളായാലും ഉണ്ടായി. പക്ഷേ അതൊന്നും എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ബിക്കോസ് എന്റെ ചാനൽ അപ്പോൾ ആ ഇന്റർവ്യൂ പാറ്റേൺ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇന്റർവ്യൂ പാറ്റേണിനും അപ്പുറം റിയാലിറ്റി ടോക്സ്, അതായത് റിയാലിറ്റിയിൽ റിയൽ ടോക്സ് ഉണ്ടാകും ബൈ മീ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഷാരികയുടെ കളർ പാറ്റേൺ ഇഷ്ടപ്പെട്ടു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു റെഡിഷ് കളർ, ഭയങ്കര എന്താ പറയുക, ഒരു ഡെവിൾ ലുക്ക്, ആ ലെവലിൽ വന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഞാനൊരു ടെററാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതുവരെയും ഇൻ്റർവ്യൂ പാറ്റേൺ ഷാരിക ഫോളോ ചെയ്യാൻ കാരണം ചാനൽ റീച്ച് ആവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം റീച്ച് ആയി എന്നാണ് ഷാരിക പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഇനി ഞാൻ അങ്ങോട്ട് റിയാക്ഷൻ വീഡിയോ കൂടി ചെയ്യാൻ പോവുകയാണ്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ്, പക്ഷേ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യരുത്. ഒരാളൊരു തെറ്റ്, അത് പ്രത്യേകിച്ച് സ്വന്തം കൂട്ടുകാരിയാണ് ചെയ്യുന്നതെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്താനുള്ളൊരു മര്യാദയെങ്കിലും കാണിക്കണം. അതല്ലാതെ ആ തെറ്റിനെ വന്നിരുന്നിട്ട് ന്യായീകരിച്ച് മെഴുകല്ല റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. അത് ഷാരികയ്ക്ക് മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കികൾക്ക് തീർച്ചയായിട്ടും പ്രതികരണങ്ങൾ ഉണ്ടാവും, തെരുവുകൾ ഉണ്ടാവാം, തെരുവുകൾ കേൾക്കാം, കമന്റുകൾ സ്വാഗതം ചെയ്യുന്നു. മോശം കമന്റ് തീർച്ചയായിട്ടും മോശമായ പ്രതികരണം എന്റെ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സെഗ്മെന്റിൽ ഞാൻ എന്ത് വിഷയം എടുക്കുമെന്ന് പ്രത്യേകിച്ച് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട്, കുറച്ച് നാളുകളായിട്ട് എന്റെ തലയിലും എന്റെ ചെവിയിലും ഒക്കെ ഇങ്ങനെ കേൾക്കുന്ന ഒരു സാധനമാണ് രേണുസുതിയെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന സോഷ്യൽ മീഡിയ. അതിപ്പോൾ കാലങ്ങളായിട്ട്, അതായത് ഒരു 1.5-2 വർഷമായിട്ട് അവർ വേട്ടയാടപ്പെടുന്നുണ്ട്, അതിലൊരു സംശയവുമില്ല. പക്ഷേ അതിനപ്പുറം അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ, രേണുസുതിയെ വേട്ടയാടുന്ന സോഷ്യൽ മീഡിയ. ഞാൻ പേഴ്സണലി പറയുവാണെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ്റെ തുടക്കകാലം, ആ സമയത്ത് അവർ ഈ നാടകങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പല വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ ചെയ്ത് തുടങ്ങിയത്. കാരണം അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ, നാടകമാണെങ്കിൽ നാടകം, അവർ മോശം പരിപാടികളൊന്നും പോകുന്നില്ലല്ലോ, നാടകം ചെയ്ത് ജീവിക്കട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഭിനയിച്ച് ജീവിക്കട്ടെ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് തന്നെ പറഞ്ഞ് എന്തിനാ അവരെ വേട്ടയാടുന്നത് എന്ന് തന്നെ പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ പോകെ അവരുടെ രീതികളിൽ മാറ്റം ഉണ്ടായി. അവർ മീഡിയാസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നെഗറ്റീവ് മാത്രം പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ട് മൊബൈൽ സാധാരണ ജനങ്ങൾക്ക് തുറക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ഒരവസ്ഥ വന്നപ്പോഴാണ് അവർക്കെതിരെ സംസാരിച്ചു തുടങ്ങിയത്. അതിനൊപ്പം തന്നെ കൂടെ അവരെ സഹായിച്ച ആൾക്കാരെ എല്ലാം അവർ തെറി പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ഇവർക്കെതിരെ സംസാരിക്കേണ്ടി വന്നത്. അതല്ലാതെ ആരും അവരുടെ അടുക്കളയിൽ പോയി നിന്നിട്ട് കൊച്ചമ്മ എന്താണ് ചെയ്യുന്നത് നോക്കി നിന്ന് റിയാക്ട് ചെയ്ത ആൾക്കാരല്ല. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ട് മടുത്തിട്ടാണ് റിയാക്ഷൻ ചെയ്ത് തുടങ്ങിയത്, ഇവർക്കെതിരെ സംസാരിച്ചു തുടങ്ങിയത്. സഹായിച്ചവരെ തെറി പറയുക, സഹായിച്ചവരെ എന്താ പറയുക തിരിഞ്ഞൊന്ന് കുത്തുക, ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ പേരിലാണ് റിയാക്ഷൻ ഇവർക്കെതിരെ വന്നു തുടങ്ങിയത്. അവരത് നിർത്താത്തിടത്തോളം കാലം ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇതാണ് സംഭവം. ഇപ്പോൾ ഷഫീന ബീവി പോലും ഇത് നിർത്താൻ കാരണം മടുത്തിട്ട് തന്നെയാണ്. അത് അവർ വ്യക്തമായിട്ട് പറഞ്ഞു, എനിക്ക് മതിയായി, എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ അവരുടെ വീഡിയോയിൽ വന്ന് പറഞ്ഞത് ഞാനിത് എൻ്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ വീഡിയോ ആണ് എന്ന് പറഞ്ഞ് നിർത്തിപ്പോയത്. ഈ നിർത്തിപ്പോയ ആളെ വീണ്ടും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഷാരിക ഇപ്പോൾ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ നിർത്തിയതിൻ്റെ അന്ന് തന്നെ വന്ന് വീഡിയോ ചെയ്തത്. അത്രയും ദിവസം ഷാരികയ്ക്ക് സമയം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വന്നിട്ട് ഞാൻ ഇന്ന് ഇത് തിരഞ്ഞെടുക്കാൻ കാരണം
അവർ നിർത്തിപ്പോയി. നമുക്ക് അതിലേക്ക് വരാം, നമുക്ക് ബാക്കിയോടെ കേൾക്കാം. എണ്ണം കൂടി വരുന്നു. അവരുടെ കുഞ്ഞിന്റെ പിതൃത്വം, അവരുടെ മൂത്ത മകനുമായിട്ടുള്ള വിഷയങ്ങൾ പേപ്പിച്ചു കാണുക, അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുക, അങ്ങനെ അവരുടെ ഫാമിലിയെ പോലും തച്ചുടയ്ക്കാൻ തരത്തിലുള്ള ആരോപണങ്ങളാണ് കൂടുതലും. പ്രത്യാരോപണങ്ങൾ ചെയ്യണം, എന്തെങ്കിലും നീ നിന്റെ കാര്യം നോക്കണം പോടാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ കുട്ടി പറയാറുള്ളൂ. പക്ഷേ ഇപ്പോൾ രേഷ്മ പി തങ്കച്ചിന്റെ ലൈഫ് നശിപ്പിച്ചേ അടങ്ങുമെന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ചധികം ആൾക്കാർ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വ്ളോഗ് അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയിൽ. അപ്പോൾ ഇന്ന് ഉറപ്പായിട്ടും രേണു സുധിക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷയം റിയാക്ട് ചെയ്യേണ്ട ദിവസം അല്ലെങ്കിൽ ആ ഡേ ഇന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് വളരെ അർജന്റായിട്ട് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്ന് തന്നെ രേണു സുധിയുടെ ആ ഒരു വിഷയം എടുത്ത് സംസാരിക്കാമെന്ന് വെച്ചത്. വേറൊന്നുമല്ല. ഒറ്റ സെക്കൻഡ്. രേഷ്മ പി തങ്കച്ചൻ അല്ലെങ്കിൽ ഈ കൊച്ചമ്മേനെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുക്കാൻ ഒരു പ്രധാന പങ്ക് വഹിച്ച വ്യക്തി എന്ന് പറയുന്നത് ഈ ശാരികയാണ്. ഞാൻ കാണിച്ചു തരട്ടെ. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അതായത് ഈ വീടിൻ്റെ വിവാദം ഉണ്ടല്ലോ, വീടിൻ്റെയും ആ വസ്തുവിൻ്റെയും മതിലിൻ്റെയൊക്കെ വിവാദം നടക്കുന്ന സമയത്ത്, ആ നടന്നു കഴിഞ്ഞു, ആ വിവാദത്തിലൂടെയാണ് രേഷ്മ പി തങ്കച്ചൻ നേരെ ബിഗ് ബോസിലെത്തുന്നത്. ഈ ബിഗ് ബോസിലെത്തിയതിന് ശേഷം അവിടെ വെച്ചിട്ട് ശാരിക കേബിനെ കാണുന്നു, പരിചയപ്പെടുന്നു. അതിന് മുൻപ് തന്നെ ഇവർ ഹോട്ട് സീറ്റിലൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുമിച്ച്. ആ പ്രോഗ്രാമിനകത്ത് രേഷ്മ പി തങ്കച്ചനെ വലിച്ചു കീറി ഒട്ടിച്ചു ശാരിക. ആ സമയത്തും ശാരികയ്ക്ക് എഗെയിൻസ്റ്റ് ആണ് ഞാൻ സംസാരിച്ചത്, രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഒരുപാട് വ്ളോഗേഴ്സ് അത് ചെയ്തു. അവിടെ ശാരിക വന്ന് തിരുത്തി പറഞ്ഞു, നിങ്ങൾ എന്നെ തെറി പറയാനാണെങ്കിലും രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്തല്ലോ എന്നും പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ശാരിക രേഷ്മ പി തങ്കച്ചന് എഗെയിൻസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അവർ പിന്നെ വന്ന് ന്യായീകരിച്ചത് അത് ഷോയുടെ ഭാഗമാണ്, ഷോ എന്താ ഡിമാൻഡ് ചെയ്യുന്നോ അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, വന്നിരിക്കുന്ന ഗസ്റ്റുകളെ അങ്ങോട്ട് താറടിച്ച് കാണിക്കണം, എങ്കിൽ മാത്രമേ ആ ഷോ സക്സസ് ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചു. വാട്ട് എവർ. ഇത് കഴിഞ്ഞ് അവർ ബിഗ് ബോസിൽ പോകുന്നു. ബിഗ് ബോസിൽ വെച്ച് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നു, അവർ പരിചയപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ ഷോയുടെ 25ാമത്തെയോ അങ്ങനത്തെ ദിവസമാണ് ഇവർ പുറത്തു വരുന്നത്. ലാലേട്ടൻ കൊണ്ട് പുറത്തു വിടുന്നു. ഈ പുറത്ത് വിട്ടതിന് ശേഷവും, അതായത് ബിഗ് ബോസിനകത്തും ഇവർ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അധികം ആർക്കും ഇവരെക്കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് രേഷ്മ പി തങ്കച്ചൻ പിക്ചറിലേ ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞൊരു പുറത്തിറങ്ങിയതിന് ശേഷം മീഡിയാസിനെ കാണുമ്പോഴേക്കും നോ കമൻസ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവർ ഓക്കെ ആയി, കാര്യം ഇനി അനാവശ്യമായിട്ടുള്ള ബൈറ്റുകളൊന്നും കൊടുക്കത്തില്ല, മോശമായിട്ടൊന്നും സംസാരിക്കത്തില്ല എന്നൊക്കെ കരുതി ആ സമയത്ത് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ആലോചിക്കണം, വീടിൻ്റെ വിവാദമൊക്കെ നടന്ന സമയത്ത് ഇവരെ വിമർശിച്ചെന്ന് സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ഇവർ നന്നായി എന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള റിയാക്ഷൻസ് ഒന്നും മീഡിയയ്ക്ക് കൊടുക്കാതെ ആയപ്പോൾ അവരെക്കുറിച്ച് നല്ലത് തന്നെയാണ് 2 വീഡിയോയിൽ സംസാരിച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് ശാരിക കേബി നേരെ ഇവരുടെ വീട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീണ്ടും വിവാദങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു 10 വർഷമായ വീടാണെന്ന് പറഞ്ഞ അന്തസ്, 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഈ വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീഡിയോയിൽ പറയണമെന്ന് ഇത് ഞാനിപ്പോൾ ഇവിടെ ആരോടും, ഇവൻ രേണുവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് പറയണമെന്ന് രേണു ഞങ്ങൾ ചിറ്റാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നാണ്, ആരെയും ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തുനിന്ന് പുറത്തൊരാള് ഇവിടെ ക്യാമറയോ ഇന്റർവ്യൂവോ ഒന്നും വേണ്ട, ഒരപ്പുറത്തെ അയൽ വീട്ടിലോ സാധാരണക്കാരനായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടയിൽ നിന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാന്ന് പറഞ്ഞ അന്തസ്. വേണ്ട, മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. 1-1.5 വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ സുധിച്ചേട്ടന്റെ വൈഫാണ്, പിന്നെ അവര് അന്തസ്സായിട്ട് അവരൊരു കലാകാരിയാണ്, ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ച സുമനസ്സുകൾക്ക് നന്ദി, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവർ അടിമയല്ല, അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല, അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാർട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരത്തിൽ സാധനങ്ങൾ ഇവിടെ കമത്തുന്നില്ല. അവരങ്ങനെ കമത്താനായിരുന്നെങ്കിൽ അവരിങ്ങനെ കിടന്ന് നിങ്ങൾ നോക്കുക, അതായത് 22-ാം തീയതി അല്ലെങ്കിൽ ഏതോ ഒരു 2 ആഴ്ചയോളം ദുബായി പോയ ഒരു വ്യക്തി റീൽസ് കാണുമ്പോൾ ഷൂട്ടിങ്ങിന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പോകുന്നത്? അവർക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ? അതുകൊണ്ടാണ് അവർ വെളുപ്പിനെ 4 മണിക്ക് വന്ന അവര് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്കൂർ പോലും 7 മണിക്ക് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത്. സ്റ്റാറ്റസ് ഇടുന്നോണ്ടല്ല അപ്ഡേഷൻ അറിയില്ല. അവര് ട്രാവലിംഗിലാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ, ഞാൻ പോലും കിടന്നുറങ്ങുമ്പോൾ അവര് ട്രാവലിംഗിലാണ്. കേട്ടല്ലോ. ഈ സമയത്താണ് ഈ വീടിന്റെ വിവാദം വീണ്ടും കത്തിപ്പടരുന്നത്. ശാരിക രേഷ്മ പി തങ്കച്ചന്റെ ഒരു നല്ല സുഹൃത്തായിരുന്നുവെങ്കിൽ ആ വീടിന്റെ വിവാദം കത്തിപ്പടർത്തുന്നതിന് പകരം ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, വീടിന്റെ പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കും, വാട്ട് എവർ, അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ അതിൻ്റെ വിഷ്വൽസ് ഒന്നും പുറത്ത് കാണിച്ചിട്ടില്ല, വെറുതെ സംസാരിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് സംസാരിച്ച്, ചേട്ടാ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക, എന്തായാലും നിങ്ങൾ വീട് വെച്ച് കൊടുത്തില്ലേ എന്നും പറഞ്ഞ് ആ വിഷയം സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കത്തുള്ളൂ. പക്ഷേ നിങ്ങൾ അവിടെ എന്താ ചെയ്തത്? ആ വിവാദത്തിനെ വീണ്ടും, അതായത് അണഞ്ഞിരുന്ന തീക്കകത്ത് വീണ്ടും പെട്രോൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങളവിടെ രേഷ്മ പി തങ്കച്ചനെ സേവ് ചെയ്യാണോ ചെയ്തത്? വീണ്ടും സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. രേഷ്മ പി തങ്കച്ചൻ്റെ 2ാം വരവെന്ന് പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വിവാദത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്.
ഈ വീഡിയോയിൽ നിന്നാണ്. ശരിക്കും നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് അവരെ ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ അവരുടെ മിത്രമാണോ ശത്രുവാണോ എന്ന് ചോദിച്ചത്. ഇപ്പോൾ പോലും ഷഫീന ബീവി ഇത് നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ, അതായത് അവർ നിർത്തിപ്പോവാണ്, ഞാൻ ഇനി ഈ വിഷയം എടുക്കുന്നില്ല, ഞാൻ നിർത്തിപ്പോവാണ് എന്ന് പറഞ്ഞ ആ ദിവസം തന്നെ വന്ന് നിങ്ങൾ ഷഫീന ബീവിയെ വെല്ലുവിളിച്ചത് അവരെ വീണ്ടും ഇതിലേക്ക് വിളിച്ചിറക്കാൻ വേണ്ടിയല്ലേ. രേഷ്മ പി തങ്കച്ചൻ്റെ പേര് എന്നും 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 നിലനിൽക്കണം, നെഗറ്റീവായിട്ട് തന്നെ. ഇതാണ് നിങ്ങളെപ്പോലുള്ള കുറച്ച് പേർ ആഗ്രഹിക്കുന്നത്. അവരുടെ കൂടെ നിൽക്കുന്നു എന്ന വ്യാജേന നിങ്ങളെപ്പോലുള്ള കുറച്ച് പേർ ആഗ്രഹിക്കുന്നത് ഇവരുടെ പേരെന്നും നിലനിന്ന് കാണണം. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാടൊന്നും സംസാരം വരുന്നില്ല. റിയാക്ഷൻ വ്ളോഗേഴ്സ് പല ആൾക്കാരും ഈ വിഷയം വിട്ടു. പല ആൾക്കാരും എടുക്കുന്നില്ല. ഞാൻ പോലും കഴിഞ്ഞ 3 ദിവസം കൊണ്ട് എടുക്കുന്നില്ല. കാരണം ഇനി അവരെക്കുറിച്ച് ഒന്നും പറയാനില്ല. എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എന്താണ് രേഷ്മ പി തങ്കച്ചൻ, അല്ലെങ്കിൽ എന്താണ് ഈ കൊച്ചമ്മ എന്നുള്ള എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ആ വിഷയം വിട്ടു. അപ്പോൾ ആ വിട്ടു എന്ന് ഒരാൾ വന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തതിൻ്റെ അന്ന് തന്നെ വന്നിട്ട് ആ വ്യക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു. പിന്നെ എന്തിനകത്ത് നിങ്ങൾ അവരെ തെറുത്താത്താന്ന് വിളിക്കുന്നുണ്ട്. അവർക്കൊരു സമയത്ത് ആ ഒരു പേരുണ്ടായിരുന്നു. ഇപ്പോഴും പല ആൾക്കാർ ആ പേര് വിളിക്കുന്നു. ഇനി ഇത് വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? അവർ തെറി വിളിക്കുന്നതിനോട് എനിക്കും യോജിപ്പില്ല. ഞാനത് അവരോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, നിങ്ങൾ തെറി വിളിക്കരുത്. നിങ്ങൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് നിങ്ങളത് പറയുന്നത് തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ തെറി വിളിക്കരുത്. അത് പറഞ്ഞ മൊമെൻറ്റ് മുതൽ അവർ തെറി വിളി നിർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പിന്നെ കേട്ടിട്ടില്ല. പിന്നെ അവർ തെറി വിളിച്ചിട്ടുള്ളത് ആരെയാണ്? നിങ്ങളിപ്പോൾ തെറി വിളിക്കുന്നത് ആരെയാണ്? നിങ്ങൾക്കത് പറയാൻ എന്ത് യോഗ്യതയുണ്ട്? അവരെ തെറുത്താത്താന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? കാരണം ഇവിടെ ഒരു കമൻറ്റ് പോയിട്ടുണ്ട്. ഇവരുടെ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് പോയിട്ടുണ്ട്. രണ്ടും ഡാഷ് എന്ന് പറഞ്ഞൊരു കമൻറ്റ്. ആ ഡാഷിൻ്റെ അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ഫില്ല് ചെയ്തോളൂ. ഉടനെ ശാരിക തിരിച്ചു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നിന്റെ ഭാര്യയും അമ്മയുമായിരിക്കും അല്ലേ? അയാൾ ഒരു കമൻറ്റ് ചെയ്തെങ്കിൽ അയാളെ പറയണം. അയാളുടെ ഭാര്യ അമ്മയും പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട്? ഇത് തന്നെയല്ലേ അവരും ചെയ്തത്. അപ്പോൾ അവരെ തെറുത്താത്തെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ഉണ്ട്? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. നിങ്ങളെ ഒരാൾ മോശം പറഞ്ഞപ്പോൾ നിങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തെങ്കിൽ അവരും ചെയ്യുന്നത് അത് തന്നെയാണ്. അവർ ലൈവ് പോകുമ്പോൾ അവരുടെ ലൈവിൽ വന്നവർ തന്നെ അവരെ തെറി പറയുമ്പോൾ അവർ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി 2, അവർക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്കകത്ത് മോശമായിട്ടുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അവരും അതേ നാണയത്തിൽ തിരിച്ച് മറുപടി പറയും. അങ്ങനെ അവർക്ക് കിട്ടിയ പേരാണ് തെറുത്താത്താന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് വിളിക്കണം? ഇവിടെ നിങ്ങളെ രണ്ടും ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് വന്നപ്പോൾ നിങ്ങൾ അവൻ്റെ അമ്മേനെയും ഭാര്യനെയും പറഞ്ഞു. അപ്പോൾ ഇവരും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ അവരെ തെറുത്താത്തെന്ന് വിളിക്കുന്ന നിങ്ങളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ജനങ്ങൾ പറഞ്ഞുതരാം. അറിയാത്തോണ്ട് ചോദിക്കാം. ഇനി നമുക്ക് ശാരികയുടെ വീഡിയോയുടെ ബാക്കി കേൾക്കാം. വിഷയം ഇതാ അവസാനിപ്പിക്കുന്നു. ഫൈനൽ വീഡിയോ ഓഫ് രേണുസുതിയെ കുറിച്ച് അവർ പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന അവസാനത്തെ വീഡിയോ ആണ് എന്നാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, ഓ പാവ രേണു, നീ രക്ഷപ്പെട്ടല്ലോ. ഇനി നിന്റെ ജീവിതം ഇങ്ങനെ പിച്ചി ചീന്താൻ വരാൻ, പുറകെ വന്ന് കടിച്ചു കീറാൻ, അതായത് പേപ്പട്ടിയേക്കാളും മാരകമായ മനസ്സുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ചാനൽ ഉണ്ടാക്കി ഒരു ക്യാമറയും തുറത്ത് വെച്ചുകൊണ്ട് എന്തും പറയാൻ, കൾച്ചർ ഇല്ലാത്ത എന്തും പറയാൻ തരം താണ ഒരു വ്യക്തി ഇനി ഇല്ല. ഇനി തന്റെ പുറകെ വരില്ല. അത് നിങ്ങൾ എന്താ ചെയ്യുന്നത്? ക്യാമറയും തുറന്നു വെച്ച് അതിന് മുന്നിൽ നിന്നിട്ട് ഒരു റെഡിഷ് കളറൊക്കെ കൊടുത്ത് നിന്നിട്ട് നിങ്ങൾ എന്താ കാണിക്കുന്നത്? മ്ലേച്ഛമായിട്ട് തന്നെയല്ലേ സംസാരിക്കുന്നത്? ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വ്യാജേന അവരെ വീണ്ടും സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കുന്നു അല്ലേ? എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ ജോജു ചേട്ടനും ചെമ്പൻ വിനോദമൊക്കെ ആയിട്ടുള്ള സിനിമ, നൈല ഉഷേക്കാട്ടൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. നല്ല പാട്ടൊക്കെയുള്ള സിനിമയാണ്. അതിനകത്ത് ചെമ്പൻ വിനോദിനെ വില്ലന്മാർ വന്ന് ഇടിച്ചിട്ട് പുള്ളി ആകെ അവശനായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ജോജു ചേട്ടനാണ് അവിടുത്തെ ഒരു മാസ് ക്യാരക്ടറാണ്. പുള്ളി വന്നിട്ട് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയാണ്, സമാധാനിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. തിരിഞ്ഞ് നടക്കുന്നവൻ, അതായത് പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നവനെ അവിടെ ഇട്ടിട്ട് അവൻ നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് ചെമ്പൻ വിനോദിന് ഒരൊറ്റ ചവിട്ട്. ആരായി വില്ലന്മാർ. ഈ ജോജു തിരിഞ്ഞ് നിന്നിട്ട് അവൻ പോയല്ലടാ, അവൻ നിർത്തി പോയതല്ലടാ, അവനെല്ലാം മതിയാക്കി പോയല്ലടാ, പിന്നെ എന്തിനാണ് അവൻ ചവിട്ടിയത് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങി. പിന്നെ അവിടെ പൊടി പൂരുമായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു സീനാണ് എനിക്ക് ശാരികയുടെ വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വരുന്നത്. അതായത് ഷഫീന ബീവി എല്ലാം നിർത്തി. ഷഫീന ബീവി മാത്രമല്ല, ഇവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഇതെല്ലാം നിർത്തി എന്തെങ്കിലും ആവട്ടെ, കാരണം ഇനി അവരെ നന്നാക്കാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ അവരെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, എല്ലാവരും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, ഇനി എന്ത് എക്സ്പോസ് ചെയ്യാനാണ്, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നിർത്തിപ്പോയ സമയത്ത് അവിടെ വന്ന് എന്തിനാണ് നിർത്തിയത് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ശാരികയുടെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ബാക്കിയേക്കാം. വാർത്തയില്ലേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ദിവസം തന്നെയാണ് ഞാൻ രേണുസുതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വിഡോയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു പവർഫുൾ ലേഡിക്ക് വേണ്ടി പ്രതികരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അതെ, അങ്ങനെ തന്നെ പ്രതികരിക്കണം. ആ ദിവസം തന്നെ വന്ന് പ്രതികരിക്കണം. എങ്കിൽ മാത്രമേ നിർത്തിയവർ പോലും വീണ്ടും വന്നിട്ട് അടുത്ത കുറേ കാര്യങ്ങൾ കൊണ്ടങ്ങ് എറിഞ്ഞു തരുള്ളൂ അല്ലേ? അവർക്കെതിരെയുള്ള കാര്യങ്ങൾ കൊണ്ടങ്ങ് ഇട്ട് തരുള്ളൂ. അവരെ എന്നും നെഗറ്റീവ് ആക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയക്കകത്ത് അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇതാണ് അവരും ആഗ്രഹിക്കുന്നത്, അവരെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന നിങ്ങളും ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് നിർത്തി പോകുന്നവരെ പിന്നെ തിരിച്ചു വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി ശാരീരിക മറുപടി അവിടുന്ന് കൊടുക്കേണ്ടവർ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയേക്ക് ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചത് വേറെ ഒന്നുമല്ല. ഞാൻ ആരെയും ഇവിടെ പേരെടുത്ത് ഒറ്റ ആളെ ഞാൻ ഈ തെറുത്താത്താന്ന് പോലും ഞാൻ പറയാനുള്ള റീസൺ, എനിക്ക് അവരുടെ പേര് പറയാൻ താല്പര്യമില്ല.
അതുകൂടാതെ കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. അവർ എന്നെയും ഒരു കാലത്ത് ചീത്ത വിളിച്ചിരുന്നവരാണ്. ഞാനിപ്പോൾ ആ പരിപാടികളൊന്നും പോകാത്തോണ്ടാണ് ചീത്ത വിളി ഇപ്പോൾ തുടങ്ങും. ഇത് പബ്ലിഷ് ചെയ്ത് ചീത്ത വിളി തുടങ്ങും. അത് വാട്ടവർ എന്തായാലും ആയിക്കോട്ടെ. ചീത്ത വിളിക്കാൻ ശാരികയുടെ അത്രയും സംസ്കാരശൂന്യരല്ല ഞങ്ങൾ. ശാരിക പറയുന്നുണ്ട്, ഞാൻ എനിക്ക് വന്ന മറുപടികൾക്കനുസരിച്ച് ഞാൻ തിരിച്ച് പറയും. ശാരിക പറയുന്ന അതേ ലെവലിൽ തരം താഴെ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ചീത്ത വിളിക്കത്തില്ല. ഞങ്ങൾ ശാരിക പറയുന്നതിനകത്തുള്ള മെഴുകലുകൾ ഒന്ന് എടുത്ത് കാണിക്കും, അത്രേ ഉള്ളൂ, വേറൊന്നും ചെയ്യത്തില്ല. ബാക്കി പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് തെറുത്താത്ത ഇപ്പോൾ പിൻവാങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? ഇടയ്ക്ക് ആഡും കൂടെ ഉണ്ട് കേട്ടോ. മറ്റേ ഡോക്ടർ ഗായത്രി മേനോൻ്റെ ആഡും കൂടി ഇതിനകത്ത് പോകുന്നുണ്ട്. അപ്പോൾ പൈസ മേടിച്ചുള്ള പരിപാടിയാണ് ഈ കാണിക്കുന്നത്. കാരണം റീച്ച് വേണമല്ലോ അല്ലേ? പൈസ എല്ലാവർക്കും വേണ്ടത് റീച്ചാണ്, നമുക്ക് വേണ്ടത് റീച്ച് തന്നെയാണ്. അപ്പോൾ ശാരികയെ സംബന്ധിച്ച് ശാരിക ഇവിടെ പൈസ മേടിച്ചായിരിക്കും ഈ ആഡ് ചെയ്തിട്ടുണ്ടാവും, ചുമ്മാ ചെയ്യില്ലല്ലോ അല്ലേ? ഇനി രേഷ്മ പി തങ്കച്ചൻ്റെ വീഡിയോ ആയതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ കാണാനുണ്ടാവും. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഈ ആഡ് കൊടുക്കുകയും വേണം. നല്ല കാര്യം, പ്രമോഷനൊക്കെ നല്ലതാണ്. അപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ് തന്നെയാണ് എല്ലാവരുടെയും എയിം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ രേഷ്മ പി തങ്കച്ചൻ അങ്ങ് ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല ശാരിക. പക്ഷേ എനിക്കറിയാം, ശാരികയ്ക്ക് ഇവിടെ ചുറ്റിനുമുള്ള ഇവർക്കെതിരെ ഒരുപാട് ആൾക്കാർ പരാതികൾ ഇന്ന് സമാഹരിക്കുന്നുണ്ട്. ഒരു കൂട്ട പരാതി, ഒരു പക്ഷേ കേരളത്തിലെ പകുതിയിലധികം സെലിബ്രിറ്റികളും, സാധാരണ സെലിബ്രിറ്റികളും, ടോപ്പിൽ ഇരിക്കുന്ന സെലിബ്രിറ്റികളല്ല, നോർമൽ സെലിബ്രിറ്റികളുണ്ടല്ലോ, സിനിമകളിലും സീരിയലുകളിലും ബിഗ് ബോസിലും ഒക്കെ പങ്കെടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതോടൊപ്പം ബിഗ് ബോസ് താരങ്ങളിലെ ഒരു കൂട്ടം ആൾക്കാർ ഇവർക്കെതിരെ ഒരു പരാതി സ്വരൂപിച്ചിട്ടുണ്ട്. അത് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, പലയിടത്തും എത്തിക്കഴിഞ്ഞു, പല ഡിപ്പാർട്ട്മെന്റുകളിലും എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇനി ഷഫീന ബീവിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ചിലപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടേ വെള്ളം തിന്നിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് പേടിച്ചിട്ട് അവരുടെ സൗണ്ടിൽ പരാതിയെ ഇവിടെ രേഷ്മ പി തങ്കച്ചിനെതിരെ എക്സൈസിൽ, സൈബർ സെല്ലിൽ തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനിൽ, ചൈൽഡ് ലൈനിൽ, ഇങ്ങനെ പലയിടത്തും കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എക്സൈസിൽ മാത്രമാണ് ഒരു മറുപടി കിട്ടിയത്. സൈബർ സെല്ലിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. വേറെ എവിടെ നിന്നും ഒരു റെസ്പോൺസ് വന്നിട്ടില്ല. ആ സ്ഥാനത്താണ് ഇവിടെ ഈ കംപ്ലൈൻറ്റ് പോകുന്നത്. എന്ത് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുക്കും? മാനനഷ്ടം. അത് തന്നെ കൊടുക്കണം കേട്ടോ, മാനനഷ്ടം തന്നെ കൊടുക്കണം. അവരാദ്യമാണല്ലോ കേസ് കാണുന്നത്. കൊടുക്കണം നിങ്ങൾ, എങ്കിലേ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പോലീസിന് മുമ്പിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതുവരും കൊടുത്തില്ല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒരു സ്ത്രീക്ക് നേരെ വരാണ്ട് ഏറ്റവും വലിയ ആരോപണം വരെ വന്നിട്ടും ഒരു അക്ഷരം പോലും അവർ മിണ്ടാതിരിക്കുന്നു. കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ട് മിണ്ടാതിരിക്കണമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ കൊടുക്കണം. കൊടുത്താൽ മാത്രമേ ഇവരുടെ ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരത്തുള്ളൂ. ഇനിയും ഒരുപാട് വരാനുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ പുറത്ത് വരണമല്ലോ. അതിന് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് നല്ലതാണ്, കൊടുക്കണം. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കൂടിയും ചില കംപ്ലൈൻറ്റുകൾ പോകുന്നുമുണ്ട്. അപ്പോൾ അതും കൂടി താങ്ങാനുള്ള ശേഷിയും കൂടി ഈ കൂട്ടർക്ക് ഉണ്ടാവണമെന്ന് മാത്രം. ബാക്കി അവരുടെ ഭാവത്തിലൊക്കെ പതിവില്ലാത്തൊരു വിനയം എനിക്ക് കാണാൻ സാധിച്ചു. അത് അവരുടെ അടവാണെന്നാണ് എനിക്ക് തോന്നിയത്. വേറൊന്നുമല്ല, ഇത്രയും മനോഹരമായിട്ട് അവർക്ക് മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നിട്ടാണ് നിങ്ങൾ അവരെ തെറുത്താത്തെന്ന് വിളിച്ചത് അല്ലേ? ഇത്രയും മനോഹരമായിട്ട് അവർക്ക് സംസാരിക്കാൻ അറിയാമെന്ന് മനസ്സിലായല്ലോ. എന്നിട്ടും നിങ്ങൾ അവരെ വിമർശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊരാൾ തെറി പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കുമോ? ഇല്ലല്ലോ. എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അവരുടെ അപ്പനെയും അവരുടെ അമ്മേനെയും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കിക്കൊണ്ടിരിക്കുമോ? അവിടെ മുതലാണല്ലോ അവർ ഇതിനകത്ത് സീരിയസ് ആയിട്ട് ഇറങ്ങിയത് അല്ലേ? ഇനി എനിക്കറിയില്ല അവർ ആരുടെയെങ്കിലും അടുത്ത് അങ്ങോട്ട് പോയിട്ട് ഈ പറയുന്ന വോയിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട്സ് ആയിക്കോട്ടെ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു വാങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയത്തുമില്ല. ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിപിൻ ലാലിൻ്റെ വിഷയമാണെങ്കിൽ പോലും ഞാൻ വളരെ വ്യക്തമായിട്ട് വിപിൻ ലാലിൻ്റെ വോയിസ് എടുത്ത് വെച്ചതാണ്. വിപിൻ ലാൽ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളും. അപ്പോൾ അത് ഇവരിലേക്ക് എത്താനുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ രേഷ്മ പി തങ്കച്ചൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇവരായതുകൊണ്ട്, ഇവരുടെ അടുത്തേക്ക് പോയി ഇവരത് പബ്ലിഷ് ചെയ്യുന്നവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇവരെ അപ്രോച്ച് ചെയ്തു. അതല്ലാതെ ഷഫീന ബീവി അങ്ങോട്ട് പോയിട്ട് ആരെ അപ്രോച്ച് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഇനി കൊച്ചമ്മയുടെ കിങ്കര പട്ടാളങ്ങളൊന്ന് പറയുമായിരിക്കും, അവൻ വന്നു, അവൻ പാവാടപള്ളി അവളെ വെളുപ്പിക്കാൻ വന്നു, അവളെ സപ്പോർട്ട് ചെയ്യാൻ വന്നു എന്ന് പറയും. പറഞ്ഞോ, സത്യം എവിടെയുണ്ടോ അവിടെ സപ്പോർട്ട് ചെയ്യും. ഇനി നാളെ ഷഫീന ബീവിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് തോന്നിയാൽ അത് തെറ്റെന്ന് തന്നെ പറയും. അല്ലാതെ നിങ്ങളെപ്പോലെ കൂട്ടുകാരെ വെളുപ്പിക്കുന്ന പരിപാടികൾ ഞങ്ങൾക്കില്ല. കൂട്ടുകാരാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയും. അവർ തെറി പറയുന്നത് തെറ്റാണെന്ന് തോന്നി തെറ്റാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇനി ഇത് ചെയ്യരുത്, മോശമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവർ ആ തെറി വിളി കുറച്ചിട്ടുമുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിൽ അവർ വീണ്ടും വിളിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അവരെ കയറി ചൊറിഞ്ഞിട്ടാണ്. ബാക്കിയേക്കാം തുറന്നാൽ ആയും തായും മായും മാത്രം പറയുന്ന ഒരു വ്യക്തിത്വം ഇല്ലാത്ത വൃത്തിഹീനയായ, സ്വഭാവം കൊണ്ട് വൃത്തിഹീനയായ ഒരു യുവതി. അതാണ് അവർ. എങ്ങനെയുണ്ട്? ഒരു സ്ത്രീയെ നിങ്ങൾക്കെന്തും പറയാമല്ലേ? ശാരികയ്ക്ക് എന്തും പറയാം, ആരെയും ഒരു കുഴപ്പമില്ല. ലേഡി ബിഗ് ബോസ് എന്ന് നിങ്ങളെ വിളിച്ചത് ലാലേട്ടൻ മാത്രമാണ്, ജനങ്ങളല്ല. ജനങ്ങൾ നിങ്ങളെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൂക്കിയെടുത്ത് പുറത്ത് കളയാ ചെയ്തത്. ലാലേട്ടൻ വിളിച്ചിട്ടുണ്ടാവും ബിഗ് ബോസ്, ലേഡി ബിഗ് ബോസ് എന്ന്. ജനങ്ങളത് വിളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് കളി ഇവിടെ ഇറക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ഒരു സ്ത്രീയെ വൃത്തിഹീന അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ നാവും എല്ലാം കണക്ക് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, അവരെ തെറുത്താത്തെന്ന് വിളിക്കുന്നത് നിങ്ങളെ പിന്നെ എന്ത് വിളിക്കണം?
ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണോ ചോദിക്കാൻ വേണ്ടി? അതായത് ഞാൻ വീണ്ടും പറയാം, നിർത്തിപ്പോയ ആൾക്കാരെ വീണ്ടും 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 പ്രൊവോക്ക് ചെയ്ത് അവരെ കൊണ്ട് വീണ്ടും വീഡിയോ ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ് ശാരിക കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വിട്ടുപോയതാണ്. എന്നാൽ ഓക്കെ, അവർ നിർത്തിപ്പോയല്ലോ, നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യുന്നത്. നീ വാ, നീ വീണ്ടും ചെയ്യും, നീ വീണ്ടും വന്ന് ഇതൊക്കെ ചോദിക്കണം എന്ന ലെവലിലാണ് ശാരിക ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എൻ്റെ പൊന്ന് ശാരികേ, പണ്ടൊരു പാട്ടുണ്ട്, ആ പാട്ടിന് ഇഷ്ടപ്പെട്ടിരുന്നു. ശാരികേ നിന്നെ കാണാൻ താരകം താഴെ വന്നു ആശംസയേകാൻ എന്നെ, അങ്ങനെ പോകുന്നൊരു പാട്ട്. എനിക്കാരും വരികളൊന്നും അറിയില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനാരിയോടെ ആ പാട്ടിനെ പോലും ഞാൻ വെറുത്തുപോയി. ബാക്കി പക്ഷെ എന്തായാലും അമ്മച്ചി ഇച്ചിരി പേടിയുണ്ടോ തോന്നുന്നു തീർത്താത്തയ്ക്ക്. തീർത്താത്ത അങ്ങ് ഇട്ടിട്ട് പോവാന്ന്. പക്ഷെ നിങ്ങൾ അങ്ങനെ പോകുന്നു. അതുകൊണ്ടാണ്, അങ്ങനെ പേടിച്ചതുകൊണ്ടാണ് കൊച്ചമ്മ മാളത്തിൽ കയറിയിരിക്കുന്നത്. ഒന്നും പറയുന്നില്ല, ഒരു അക്ഷരം മിണ്ടുന്നില്ല. പക്ഷേ ഒരു തെറി പറയുന്നവനെ പോലും തിരിച്ച് തെറി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. വഴിയെ പോകുന്നവർക്ക് പറഞ്ഞ നീ പൊടി എന്ന് പറയുന്നവനെ പോലും തിരിച്ചതേ വാചകം പറഞ്ഞുകൊണ്ട് കൊച്ചമ്മ തെറി പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട്. ആ കൊച്ചമ്മയ്ക്ക് തൻ്റെ നേരെ വന്ന ഏറ്റവും വലിയ അലിഗേഷൻ, ഏറ്റവും വലിയ ആരോപണം, അതിനെതിരെ സംസാരിക്കാനൊന്നുമില്ല. ഓക്കെ, ചിലപ്പോൾ ഇനി ന്യായീകരിച്ചുകൊണ്ട് വരും, കേസ് നടക്കുകയില്ല, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് വരും. അതതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. ബാക്കി ഞാൻ ഒരിക്കലും കരുതിയില്ല താത്തമ്മച്ചി, ഞാൻ കരുതില്ല. വല്ലാത്ത ഷോക്കിംഗ് വീഡിയോ, ഇന്നത്തെ ഷോക്കിംഗ് വീഡിയോയിലായിരിക്കും. കാരണം ഞാൻ രേണുസുധിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ വ്ളോഗേഴ്സ് കിടന്ന് ഈ എന്താ പറയുക ലോ തറ വ്ളോഗേഴ്സ് കിടന്ന് കുറയ്ക്കുന്നത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അത് കൂതറയായതുകൊണ്ടാണ്. തറ വ്ളോഗേഴ്സ് പറയുന്നതൊന്നും ശാരിക ശ്രദ്ധിക്കാത്തത് ശാരിക കൂതറയായതുകൊണ്ടാണ്. കാരണം നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് ശാരിക വരാൻ പറ്റില്ല. ഈ തറ വ്ളോഗേഴ്സിൻ്റെ ലെവലിലേക്ക് കൂതറകൾക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ്. എപ്പോഴെങ്കിലും ഇതിൻ്റെയൊക്കെ ഒന്ന് ശമനമൊക്കെ അതിന് ശേഷം ഒന്ന് പ്രതികരിക്കണമെന്ന് കരുതിയിരുന്നു. പക്ഷെ എൻ്റെ ചാനൽ റിയാലിറ്റി അതാണ്, ശമനമാകുമ്പോൾ ഒന്ന് പ്രതികരിക്കാമെന്ന് കരുതിയിരുന്നു. എന്തുകൊണ്ടാണ്? ശമനമായി കഴിഞ്ഞാൽ പിന്നെ ആരും മെക്കിട്ട് കയറാൻ വരില്ലല്ലോ എന്ന് വിചാരിച്ചു. മാത്രമല്ല, ശമനമാവാൻ പാടില്ലല്ലോ. ശമിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 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 രേഷ്മ പി തങ്കച്ചനെ നെഗറ്റീവ് അടിക്കാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങളുടെ ആ ഉദ്ദേശം അവരെ എന്നും നെഗറ്റീവായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കണം, അവരെക്കുറിച്ച് എന്നും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നിങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വിവാദങ്ങളെല്ലാം കെട്ടടങ്ങി ഇവർ ബിഗ് ബോസിൽ പോയി അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തിരിച്ച് വന്ന സമയത്താണ് ഇവർ പോയിട്ട് അടുത്ത വിവാദത്തിന് തിരി കൊളുത്തിയത്. ഇപ്പോൾ ഇവിടെ ഷെഫീന ബീവി എല്ലാം നിർത്തി അവരവിടെ വഴിക്ക് പോകുന്നത് ഫൈനൽ വീഡിയോ ആണെന്ന് പറഞ്ഞ് പോയ സമയത്ത് വന്ന് വീണ്ടും തിരി കൊളുത്തിയിട്ടു. ഇനി ഇത് നിർത്തുമോ, നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് ശാരികയുടെയും ഉദ്ദേശവും ആവശ്യവും. അതല്ലാതെ രേഷ്മ പി തങ്കച്ചനെ നല്ലവളാക്കാനോ ഉദ്ധരിക്കാനോ വേണ്ടി ഇറങ്ങിയതല്ല ശാരിക. ഇത് എൻ്റെ ചിന്തയാണ്, എൻ്റെ സംശയമാണ്. രേഷ്മ പി തങ്കച്ചൻ്റെ കൂടെ നിൽക്കുന്ന വ്യാജേന അവരെ വീണ്ടും സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഇതാണ് ശാരിക ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിനകത്ത് ഇതൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ. പിന്നെ പിതൃത്വം തെളിയിക്കുന്ന കാര്യം, അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് അഭിപ്രായമില്ല. കാരണം അത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്ത് പറയണമെന്നുള്ളത്. കാരണം ഒരമ്മയാണ് തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ അച്ഛനാരാണെന്ന് പറയുന്നത്. ഇവിടെ രേഷ്മ പി തങ്കച്ചൻ പറയുന്നു അത് സുധിയാണെന്ന് പറയുന്നു. വാട്ടെവർ, അത് അവരുടെ ഇഷ്ടമാണ്, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ അവിടെയും രേഷ്മ പി തങ്കച്ചൻ ന്യായീകരണമായിട്ട് വന്നു, അല്ലെങ്കിൽ വെല്ലുവിളിയായിട്ട് വന്നു, ഞാൻ തെളിയിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ട്. ഇവർക്ക് അവിടെ അടങ്ങിയിരുന്നാൽ പോരെ, ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങൾ പൈസ മുടക്കണം, ഇതാണ് പറയുന്നത്. അവരത് മുടക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. എന്തേ പിന്നൊന്നും മിണ്ടാത്തത്? അപ്പോൾ കാര്യമുള്ള കാര്യങ്ങൾക്ക് രേഷ്മ പി തങ്കച്ചൻ മറുപടിയില്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചുകൊണ്ട്, എന്തേ മിണ്ടാത്തത്? പിന്നെ ഇവർ വലിയ വാചകത്തിൽ പറഞ്ഞു, നിങ്ങൾ ആര് വന്ന് ചോദിച്ചാൽ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണിക്കാൻ തയ്യാറാണ്, ജനങ്ങൾ കൊടുത്ത കാശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ തയ്യാറാണ്. അത് ചോദിക്കേണ്ടായ സാഹചര്യം എന്താണ്? ഒരാൾ പറയുന്നു 80,000 രൂപയാണ് കിട്ടിയത്, ഒരാൾ പറയുന്നു 1 ലക്ഷം രൂപയ്ക്ക് മേളിൽ കിട്ടി, ഒരാൾ പറയുന്നു 69,000 രൂപയുടെ ബൈക്കാണ് വാങ്ങിച്ചത്, ഒരാൾ പറയുന്നു 80,000 രൂപയുടെ ബൈക്കാണ് വാങ്ങിച്ചത്. ഇതൊക്കെ കേട്ടപ്പോൾ നമുക്ക് സംശയം തോന്നുന്നു സ്വാഭാവികമായിട്ട്. ജനങ്ങൾ കൊടുത്ത കാശിൽ നിന്നാണ് ബൈക്ക് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കൂ, ഞങ്ങൾ വരാം. പിന്നെ മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ കാര്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ രേഷ്മ പി തങ്കച്ചന് വായിൽ നാവില്ല. അതേസമയം ആരെങ്കിലും വന്നിട്ട് ഒരു തെറി പറയുമ്പോൾ അതിനെതിരെ വന്നിട്ട് നീ പോടാ മറ്റവനെ എന്ന് പറയാൻ രേഷ്മ പി തങ്കച്ചന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി പുതിയൊരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇറങ്ങിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ചില ആൾക്കാർ അതിനെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. വാട്ടെവർ, അതെന്തെങ്കിലും ആവട്ടെ. ഇനി അതിനകത്ത് രേഷ്മ പി തങ്കച്ചൻ പറയാൻ പോകുന്ന ന്യായീകരണം, ഞാൻ കോഫി ഡേറ്റ് ആണ് ഉദ്ദേശിച്ചത്, നേരിട്ട് കാണാമെന്ന് പറഞ്ഞ് കോഫി ഡേറ്റ് ആണ്. കോഫി ഡേറ്റ് ആരെങ്കിലും കാശ് കൊടുത്തൊക്കെ ചെയ്യുമോ? എനിക്കറിയില്ല കേട്ടോ. ഇത്ര രൂപ തരാം, കോഫി ഡേറ്റിന് തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുമോ? എനിക്കറിയില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ശാരികയുടെ ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അതായത് വിവാദങ്ങൾ അടങ്ങുന്നത് ഇവർക്ക് ഇഷ്ടമല്ല, വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കണം, രേഷ്മ പി തങ്കച്ചനെ കൂടുതൽ നെഗറ്റീവിലേക്ക് തള്ളിവിടണം. ഇതാണ് ശാരിക ഉദ്ദേശിക്കുന്നതെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിനാണ് ശാരിക രേഷ്മ പി തങ്കച്ചനെ ന്യായീകരിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ ആണെങ്കിൽ പോലും അതിനകത്ത് പോലും വെല്ലുവിളിയാണ്, നിങ്ങൾ നിർത്തിപ്പോകരുത്, നിങ്ങൾ വീണ്ടും ചെയ്യണം എന്നൊരു ധ്വനിയാണ് ഏതൊരാൾക്കും ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.